നമസ്കാരം. കൗണ്ടർ പസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക മത്സരത്തിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരമായിരുന്നു. 2-0 എന്നുള്ള സ്കോർ ലൈനിൽ മെക്സിക്കോ കംഫർട്ടബിളായിട്ട് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. അനാലിസിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മെക്സിക്കോനെ ഇൻ പൊസിഷനിലാണ്. ഒരു 4-1-2-3 എന്നുള്ള ഷേപ്പിൽ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഒരുപാട് വേരിയേഷൻസ് മെക്സിക്കോയ്ക്ക് ഇൻ പൊസിഷനിൽ ഉണ്ടായിരുന്നു. അതിൽ ബേസിക്കായിട്ട് അവർ ശ്രമിച്ചിരുന്നത് ഒരു ബാക്ക് 3 എന്നുള്ള സെറ്റപ്പിലേക്ക് പോകാനായിരുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിട്ട് അവരൊരു ബാക്ക് 5ലേക്ക് പോകുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം ഡിഫെൻഡ് ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്സിൽ അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക വരിക എന്നുള്ളത് ഏവർക്കും ഉറപ്പായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ബാക്ക് 3യിലേക്ക് പോവുകയും ഒരു പ്ലെയറെ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നതായിരുന്നു മെക്സിക്കോയുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ വൈഡായിട്ടുള്ള ചാനലിലേക്ക് പോയിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്നതാകാം. എന്നിരുന്നാലും ഒരു ഡയമണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെക്സിക്കോ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഒരു മിഡ്ഫീൽഡിൽ ഒരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ബാക്ക് 3 എന്നുള്ള റെസ്റ്റ് ഡിഫൻസ് വരികയും ചെയ്യുമ്പോൾ പല കോമ്പിനേഷൻസും മിഡ്ഫീൽഡിൽ തന്നെ ഉള്ളിൽ തന്നെ പല റൊട്ടേഷൻസും പൊസിഷണൽ ചേഞ്ചസും സംഭവിച്ചിരുന്നു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ആ ഒരു ബാക്ക് ഫൈനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇതിലൂടെ സംഭവിക്കുന്നത്. മെക്സിക്കോയിലെ വിങ്ങേഴ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, വളരെയധികം നാരോ ആയിട്ടായിരുന്നു ആ വിങ്ങേഴ്സ് നിന്നിരുന്നത്. ഇതെന്തിനായിരുന്നു? ഇത് വെറുതെ ഒരു പൊസിഷനിലായിട്ട് സ്റ്റാറ്റിക് ആയിട്ടായിരുന്നില്ല അവർ നിന്നിരുന്നത്. പലപ്പോഴും ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഇതിനാൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഫുൾ ബാക്സ്, അതായത് വിങ് ബാക്സ് എന്ന് പറയപ്പെടാം, ഇവരെ എത്രയും അധികം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നു അത്രയും അധികം ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ കൂടി ഡ്യൂട്ടി. അതായത് ഈ മെക്സിക്കോയുടെ വിങ്ങേഴ്സിൻ്റെ ഡ്യൂട്ടി. ഇങ്ങനെ വിങ്ങേഴ്സ് നാരോ ആയിട്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഓപ്പോസിഷൻ ഫുൾ ബാക്സിനെ ഡ്രാഗ് ചെയ്തിട്ട് കൂടെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഫുൾ ബാക്സ്, അതായത് മെക്സിക്കോയുടെ ഫുൾ ബാക്സിന് സ്പേസ് കിട്ടും. കാരണം ഉള്ളിലേക്ക് 2 വിങ്ങേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈഡ് ചാനലിലേക്ക് ഫുൾ ബാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ പുറത്തേക്ക് വന്നിട്ടായിരിക്കും അത് പൊസിഷൻ എടുക്കുക. അവിടെ വരുന്ന പ്ലെയർക്ക് റിസീവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാനും കൂടുതൽ ടൈം കിട്ടാനും ഇത് സാധ്യമാക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തുമ്പോൾ ആ കൂടെ പോകുന്ന ഫുൾ ബാക്കിന് പിന്നീട് തിരിച്ചു വന്നിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് ഒന്നില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാനൊക്കെ മെക്സിക്കോയുടെ ഫുൾ ബാക്സിനും സാധിച്ചിരുന്നു. മെക്സിക്കോ ഇൻ പൊസിഷൻ പക്കയായിട്ട് ഡോമിനേറ്റ് ചെയ്തൊരു ഗെയിമായിരുന്നു ഇത്. ഓഫ് ദ ബോൾ മെക്സിക്കോയ്ക്ക് സക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിന്നിരുന്നൊരു ടൈമായിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. കാരണം പല അവസരങ്ങളുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ പറയുന്ന പോലെ കൗണ്ടറിൽ അടിക്കാനും, അല്ലെങ്കിൽ ഇൻ പൊസിഷൻ വരുമ്പോൾ തന്നെ അവർക്ക് ഡിസിഷൻസ് റോങ് ആയിട്ട് പോകുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടു. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസരങ്ങളുണ്ടായിരുന്നു, വളരെ റയർ ആയിരുന്നു എങ്കിലും കൗണ്ടർ അറ്റാക്സിൽ നടക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും പാളുന്നത് നമ്മൾ കണ്ടു. ആ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ പാസ് എക്സിക്യൂഷൻ ചെയ്യാനുള്ളൊരു ഇനബിലിറ്റിയൊക്കെ വന്നപ്പോൾ അവർക്ക് ഒട്ടും എഫക്റ്റീവ് ആവാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല. ഇത് ഫൈനൽ തേർഡിൽ മാത്രമല്ല കേട്ടോ. കാരണം പ്ലേയിങ് ഓഫ് ദ ബാക്ക് വരുമ്പോഴായാൽ പോലും പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള അവെയർനെസ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു ബോൾ റിസീവ് ചെയ്തിട്ട് പ്രഷർ ഇല്ലാത്ത സമയത്ത് ടേൺ ചെയ്യാൻ പറ്റിയിരുന്നൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ, സ്കാനിങ്ങുകളില്ലാതെ, അവെയർനെസ് ഇല്ലാതെ വന്നപ്പോൾ പ്രോഗ്രഷൻസും പ്ലേയിങ് ഓഫ് ദ ബാക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ആദ്യത്തെ ഗോൾ അവർ റിസീവ് ചെയ്യുന്നത്. അതായത് പ്ലേയിങ് ഓഫ് ദ ബാക്ക് ചെയ്യുന്നു, ഗോൾ കീപ്പർ ആ ഒരു നമ്പർ 6 പ്ലേ ചെയ്തിട്ട് മെക്സിക്കോ അവിടെ നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് അവിടെ ടേൺ ഓവർ എടുക്കുന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു മിസ്റ്റേക്ക് അവർ പഠിച്ചൊന്നുമില്ല. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ഐഡിയൽ കോപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും 2-0 എന്നുള്ള സ്കോർ ലൈനേക്കാളും വഷളമാവേണ്ടതായിരുന്നു ആ ഗെയിം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ലോങ് പോകുന്നത് എങ്ങനെയാണ്? ആ ഫ്രണ്ട് ടൂലുള്ള 2 പ്ലേയേഴ്സിനെ സപ്പോർട്ടീവായിട്ട് എടുത്തുകൊണ്ട് ലോങ് പോകാനായിട്ടായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതിനെ കറക്റ്റായിട്ട് മെക്സിക്കോ ഡീൽ ചെയ്യുകയും ചെയ്തു. കാരണം ഒരു +1 എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു മാൻ ടു മാൻ ഫുള്ളി കമ്മിറ്റ് ചെയ്യാതെ പൊസിഷനിലായിട്ട് മാൻ ടു മാൻ ചെയ്യുകയും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു +1 അറ്റ് ദ ബാക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിക്കായിരുന്നു മെക്സിക്കോ ഡിഫെൻഡ് ചെയ്തിരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ലോങ് പോകുന്ന കാഴ്ച നമുക്ക് കാണാം. മെക്സിക്കോ ലോങ് പോവാണ്, ഫ്രണ്ട് ടൂലുള്ള പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. അവിടെ ഒന്നില്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാനുള്ള അവസരം സൗത്ത് ആഫ്രിക്ക ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലിക്ക് ഓൺ ആണെങ്കിൽ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തിയിട്ട് മറ്റ് സ്ട്രൈക്കർ ഓൺ ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. അപ്പോൾ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു +1 അഡ്വാൻറ്റേജ് മെക്സിക്കോക്ക് വേണം. ഇതിനായിട്ട് എന്ത് ചെയ്യുന്നു? സെൻട്രലായിട്ടുള്ള പൊസിഷനിൽ എടുക്കുന്ന നമ്പർ 6 അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ നേരെ ബാക്ക് ലൈനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ബോൾസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടിട്ട് ആ ഒരു സോണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒപ്പോസിഷനിൽ വരുന്ന സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലെയറിനെ നേരെ മെക്സിക്കോയുടെ വിങ്ങർ ഏറ്റെടുക്കുന്നു. ജസ്റ്റ് ഇൻ കേസ് ഇപ്പുറത്തേക്ക് ഒരു ടേൺ ഓവർ വന്നിട്ട് സ്വിച്ച് ഓഫ് പ്ലേ നടക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ബോൾ വരികയാണെങ്കിൽ ഡിഫെൻസീവ്ലി സോളിഡായിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രിക്കോഷണറി മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് വിങ്ങർ കൊടുക്കുകയാണ്.
ഇത് കോമൺ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പ്രസ്സിങ്ങിൽ വരുമ്പോൾ. എപ്പോഴും +1 എന്നുള്ള രീതിക്ക് ബാക്കിലേക്ക് ആഗ്രഹിക്കുന്ന ടീമുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രേഡ് ഓഫ് ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാനെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ലോങ് പോകുന്നതും സൗത്ത് ആഫ്രിക്കനെ ഇൻഎഫക്റ്റീവ് ആക്കാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി മെക്സിക്കോക്ക് സാധിച്ചു. ഒരുപാട് അവസരങ്ങൾ മെക്സിക്കോയ്ക്ക് ഉണ്ടായിരുന്നു ലീഡ് ഡബിൾ അപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ അത് കൺവേർട്ട് ആവാതെ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ മാച്ച് അവസാനിക്കുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മെക്സിക്കോ കുറച്ച് സട്ടിലായിട്ടുള്ള ചേഞ്ചസ് വരുത്താണ്. ആ ബാക്ക് 3 എന്നുള്ള രീതിക്ക് സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും പോവാതെ കുറച്ചുകൂടിയും പുറത്തേക്ക് പ്ലെയേഴ്സ് വന്നിട്ട് ഒരു ബാക്ക് 4 എന്നുള്ള രീതിക്ക് മെക്സിക്കോ പോവുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്? ബാക്ക് 5 എന്ന രീതിക്ക് ഓപ്പോസിഷൻ ഇരിക്കുമ്പോൾ പരമാവധി പ്ലെയേഴ്സിനെ പുറത്തേക്ക് വലിച്ചിട്ട് പ്രസ്സിങ്ങിലേക്ക് ബെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയധികം സ്പേസസ് ഓപ്പൺ അപ്പ് ആവും. ഇതോടൊപ്പം തന്നെ റൗൾ ഹിമിനേസൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഹോൾഡ് ചെയ്യാനും ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് ലോങ് പോകാനും ഒട്ടും മടിക്കാത്ത രീതിക്ക് മെക്സിക്കോ പോയി. ഈ ഒരു പാറ്റേണിലാണ് ആദ്യത്തെ റെഡ് കാർഡ് വീഴുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ആദ്യത്തെ റെഡ് കാർഡ് വീഴുന്നത് ഇൻ ബിഹൈൻഡ് ഒരു ബോൾ കൊടുത്തിട്ട് ഇൻ ബിഹൈൻഡ് റൺ ഓൺ ആകുമ്പോഴാണ് അവിടെ നിന്ന് ഫൗൾ ചെയ്യുന്നു. ആ ഫൗളിൽ നിന്നിട്ടാണ് റെഡ് കാർഡ് വീഴുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക് 4ലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന ലിങ്കപ്പ് വരുന്നു, ഹിമനസ് ഓൺ ആവുന്നു, ഇൻ ബിഹൈൻഡ് ബോൾ ഹൈ ലൈൻ ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ഡിഫെൻസീവ് ലൈനെതിരെ ഓൺ ആവാണ്. പിന്നീടാണ് സെക്കൻഡ് ഗോൾ വരുന്നതും. അതിലും ഹിമനസ് ഒരു ഭാഗമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആയിരുന്നു നാരോ ആയിട്ട് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താന്നുള്ളത്. ഈ രണ്ട് സ്ട്രൈക്കേഴ്സ് ത്രൂ ദ മിഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്പർ 10 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുമ്പോൾ സ്ട്രൈക്കർക്ക് മൂവ്മെൻറ്റ്സ് നടത്താനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഹിമിനസ് സെൻറ്റർ ബാക്കിൻ്റെ ബ്ലൈൻഡ് സൈഡിൽ റണ്ണ് നടത്തിക്കൊണ്ട് ഫുൾ ബാക്ക് സ്ലീപ്പ് ചെയ്യുന്ന നേരത്ത് നേരെ പോയിട്ട് അവിടെ ഹെഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു. നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് വരുന്നത് 10 പേരായിട്ട് ചുരുങ്ങിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കനെ കുന്നു കുഴിച്ചു മൂടുന്ന ഒരു ഗോളും കൂടിയായിരുന്നു അത്. കാരണം പിന്നീട് റെഡ് കാർഡ് കൂടി സൗത്ത് ആഫ്രിക്ക റിസീവ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഗെയിം അപ്പോഴേക്കും കംപ്ലീറ്റ്ലി മെക്സിക്കോയുടെ കൈകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഓൾറെഡി അവരൊരു പ്ലെയർ ലെസ് ആണ്. അതിനൊപ്പം തന്നെ മെക്സിക്കോയ്ക്ക് കംപ്ലീറ്റ് ആധിപത്യം ഉണ്ടായിരുന്നു ഇൻ പൊസിഷനിലും ഓഫ് ദ ബോളും. ഇതോടൊപ്പം തന്നെ സെക്കൻഡ് ഗോൾ വന്നതോടുകൂടി ഗെയിം സീൽ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനെ ഇതായിരുന്നു വേൾഡ് കപ്പിലെ ആദ്യത്തെ മാച്ചിൻ്റെ അനാലിസിസ്. നമുക്ക് വേൾഡ് കപ്പ് സീരീസ് ആയിട്ട് തുടരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പരമാവധി ഞാൻ ഇനി വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസിനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കൂടെ ഉണ്ടാവണം. തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് വീഡിയോ കാണുന്നവരെ താങ്ക് യു. ബൈ.